ഇന്നത്തെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓൾട്ടോ LXനെ LXA ആക്കി കൺവേർട്ട് ചെയ്യണം. അതിൻ്റെ സ്റ്റീറിംഗ് കോൾ അവിടെ ഉണ്ട്. ഇത് ഫുൾ ടൈറ്റാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ മാനുവലി ഓട്ടിച്ചുകൊണ്ട് കിടക്കുന്ന കണക്കുള്ള ഒരു നല്ലൊരു ടൈറ്റാണ്. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതിനിവിടെ മൊത്തം ഇളക്കി സ്റ്റീറിംഗ് ഇളക്കി മാറ്റി കുറച്ച് ഡോറി ഇളക്കിയിട്ടുണ്ട്. അത് മൊത്തം ഇളക്കി പൊളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. സ്റ്റീറിങ്ങും മറ്റുള്ള മീറ്റർ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയും കൂടെ ഒന്ന് വലിച്ചു ഊരണം. ഇത് പഴയതാണ്, ഇതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഈ സിലിണ്ടർ എടുത്ത് അതിലിട്ട് ഫിക്സ് ചെയ്യണം. ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പഴയ സ്റ്റീറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിലാണ് ഈ കളി എത്രയും നടക്കുന്നത്. ഈ സ്ഥാനത്താണ് നമുക്ക് അവിടെ കയറ്റി കൊടുക്കേണ്ടത്. അത് ഇവിടെ ഇങ്ങനെ 4 ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫിറ്റ് ആവും. എന്നിട്ട് ഇത് കണക്ഷൻസ് ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ECയുടെ ഉള്ളിൽ നിന്ന് എടുക്കേണ്ടി വരും. ECയുടെ ഉള്ളിലും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പൾസ് മോഡ്യൂൾ ഇട്ടിട്ട് വേറെ ഇൻസ്റ്റാൾ ചെയ്യും. ഇതാണ് ഇന്നത്തെ ഒരു പരിപാടി. ഈ സിലിണ്ടർ പഴയത് ഊരി പുതിയലോട്ട് വെക്കണം. നമ്മൾ ഇതിലോട്ട് ഇപ്പോൾ ഇതിൻ്റെ വണ്ടിയുടെ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ സിലിണ്ടറിനെ എടുത്ത് നമുക്ക് ഇത് ഊരി കളഞ്ഞിട്ട് ഇതിലോട്ട് ഫിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ കീ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൽ കയറ്റി കൊടുക്കാം. കോളം സെറ്റ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഇത് മോട്ടർ കാര്യങ്ങളെല്ലാം ഇവിടെ കയറ്റിയിട്ടുണ്ട്. പഴയ ഇളക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഇട്ട് ഫിറ്റ് മുറുക്കി സ്റ്റീറിങ്ങിൻ്റെ കോളത്തിൻ്റെ അടിയിലാണ് നമ്മുടെ ചാവിയുടെ പഴയ സിലിണ്ടറൊക്കെ ഇട്ട് മുറുക്കി. ഇനി നമുക്ക് മോഡ്യൂൾ ഫിറ്റ് ചെയ്ത് ഇവിടെ കണക്ഷൻ പിടിച്ച് കൊടുക്കുക. കണക്ഷൻ കൊടുക്കുക അല്ലാതെ ഇവിടെ മെയിൻ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അതുപോലെ തന്നെ സിഗ്നൽ അവിടെ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ECയിൽ നിന്ന് എടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡിയാവും. ഞാൻ ഫുള്ള് കണക്ഷൻ ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. കേട്ടോ, സ്പീഡിൻ്റെ എടുത്തു, RPMൻ്റെ എടുത്തു, പിന്നെ ഇഗ്നീഷൻ്റെ എടുത്തു. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ചില വണ്ടിക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇല്ലാത്ത വണ്ടിക്ക് മാത്രമാണ് നമുക്ക് ECയുടെ ഉള്ളിൽ നിന്ന് എടുക്കേണ്ടി വരുന്നത്. ഇതിപ്പോൾ ഭാഗ്യത്തിന് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കിത് മോഡ്യൂളിലോട്ട് ഒരു കപ്ലർ ആഡ് ചെയ്തിട്ട് ഒരു ഫ്യൂസും ഇട്ട് 30 ആംപിയറിൻ്റെ ഒരു ഫ്യൂസും ഇട്ട് ഡയറക്റ്റ് മെയിനും എടുത്ത് നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സക്സസ് ആയിട്ട് വർക്കാവും. നമ്മുടെ കണക്ഷൻസ് മുകളിൽ നിന്ന് ഒരു ഇഗ്നീഷൻ, ഒരു RPMൻ്റെത്, ഒരു സ്പീഡിൻ്റെത്, ഒരു 60-70 ആകുമ്പോൾ കട്ടാവുന്ന സാധനം സ്പീഡോമീറ്ററിൻ്റെ സിഗ്നലാണത്. പിന്നെ ഈ കപ്ലറിൽ നമുക്ക് മെയിന്, ഒരു ഗ്രൗണ്ട് എവിടെയെങ്കിലും ചെയ്യുക. ഇത്രയും സാധനം പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ പരിപാടി. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ മോഡ്യൂൾ ഫിറ്റ് ചെയ്യുക, ഈ മോട്ടറിൻ്റെ ലൈൻ കൊടുക്കുക, ടോർക്കിൻ്റെ കണക്ഷൻ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇൻസ്റ്റാളേഷൻ. അപ്പം ഞാൻ എല്ലായിട്ടും മുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. മെയിൻ ഉണ്ടോ, ഈ വലിയ വയറിന്ന് വെള്ളയിൽ പച്ച മാർക്ക് അതിൽ നിന്ന് എടുക്കും. ഇതിൽ നിന്ന് ഡയറക്റ്റ് മെയിൻ നമുക്ക് കിട്ടും. ഒരു 30 ആംപിയറിൻ്റെ ഫ്യൂസ് ഇട്ട് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. സേഫാണ്. കമ്പനി ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 വയറുകളോടെ കണക്ട് ചെയ്ത് മോഡ്യൂൾ ഫിറ്റ് ചെയ്യാം. ഫുൾ ഇട്ട് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മോഡ്യൂളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് ഒരു കൈ കൊണ്ട് തിരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഉണ്ടോ, ഒരു കൈ കൊണ്ട് തിരിയുന്നുണ്ട്. സ്മൂത്തായിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ നല്ല ടൈറ്റായിരുന്നു. ഒരു കൈ കൊണ്ട് ഇതുപോലെ തിരിയത്തില്ലായിരുന്നു. ഇപ്പോൾ പെർഫെക്റ്റായിട്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. LX to LXI. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ ഫോളോ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.